ക്രിക്കറ്റ് പരിശീലകൻ പ്രതിയായ പീഡനക്കേസിൽ വിശദീകരണവുമായി KCA ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തുകയാണ്. തത്സമയം സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കുട്ടിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, മറ്റു പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നുള്ള രീതിയിൽ നമ്മൾക്ക് വന്നൊരു പരാതി തന്നു. അത് നമ്മളപ്പോൾ തന്നെ കമ്മീഷണർക്ക് SHOയ്ക്ക് നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുത്തു, നമ്മളെ പരാതി കിട്ടിയതനുസരിച്ചിട്ട്. ഈ ഒരു 2 പരാതിയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന് മുമ്പിൽ മനു എന്ന കേരള ക്രിക്കറ്റിന് അറിയുന്ന സംഭവങ്ങൾ. ഇത് വസ്തുതപരമായ സംഭവങ്ങൾ ഇതാണ്. ഇവിടെ നമ്മൾ മനുവിൻ്റെ പ്രവർത്തികൾ ന്യായീകരിക്കുന്നില്ല. വളരെ എന്താ പറയുക, ഒരു നമ്മൾ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടനയിൽ സംഭവിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കൊണ്ടുള്ള കുട്ടികളും പെൺകുട്ടികളും ചെറിയ കുട്ടികളും, പക്ഷെ നമുക്ക് 11 വയസ്സ് 13 വയസ്സ് കുട്ടികൾ ആ ഒരു രീതിയിലുള്ളവരുടെ ഇങ്ങനൊരു തോട്ട് പ്രോസസ്സിൽ കൂടി തന്നെ നമ്മൾ പോകുന്നില്ല. പിന്നെ നമ്മൾക്ക് അന്നത്തെ ഈ പറഞ്ഞ പേരൻസിൻ്റെ നമ്മൾ അവരൊന്ന് പറയുന്നതൊക്കെ വെച്ചിട്ടാണ് രണ്ടാമത് എടുത്തത്. പക്ഷെ നമ്മൾ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറയില്ല. കാര്യം എല്ലാവരും പറയുന്നവർ തന്നെ ഇങ്ങനെ ഒരു പോസ്കോ കേസിലെ പ്രതിയെ ജാമ്യം കിട്ടി എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾ എടുക്കും? ഞങ്ങൾക്ക് ഉത്തരവില്ല. പക്ഷേ ഒരു മാനുഷികമായ, അല്ലെങ്കിൽ നമ്മളൊരു അസോസിയേഷനിൽ ക്രിക്കറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഒരു എയിം, ഒരു ടാർഗറ്റഡായ ഒരു വ്യക്തിയായിട്ടാണ് ഇവരെല്ലാവരും വന്ന് ചിത്രീകരിച്ചത്. അത് ഈ പേരൻസ് ഒന്നും നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം, ഇൻഡിവിജ്വലി അന്വേഷിച്ചാൽ അവരാരും നിരാകരിക്കുന്നില്ല അല്ലെങ്കിൽ നിഷേധിക്കുന്നില്ല. ഇതാണ് അന്ന് നടന്ന വാസ്തവം. പക്ഷെ നമ്മൾക്ക് ഒരു വീഴ്ച, ഒരു പ്രോപ്പറായിട്ട് ഒരു എന്തോ ആ ഒരു സംഭവത്തിൽ ഞങ്ങൾ വിശ്വസിച്ചു പോയി. അതിനോടനുബന്ധിച്ച് എന്ത് സംഭവിച്ചു? ഇനി കൂടുതൽ പ്രിക്കോഷൻസ് നമ്മളെടുത്തു. അന്ന് ഈ രണ്ടാമത് എടുത്തപ്പോൾ തന്നെ ഒരു വനിതാ കോച്ചിനെയും കൂടി ഇവിടെ ആ കുട്ടിയുടെ ഒപ്പം, മനുവിൻ്റെ ഒപ്പം ഒരു വനിതാ കോച്ചിനെയും കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്തിരുന്നു. ഒരു കോച്ചിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരുന്നു. കൂടുതൽ ക്യാമറകൾ, CCTV ക്യാമറകളൊക്കെ വെച്ച് നമ്മളൊരു പ്രിക്കോഷൻസ് ഒന്നും തന്നെ എടുത്തിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മൾ മീഡിയയിൽ കണ്ടത് കേരള പരാതി കിട്ടിക്കഴിഞ്ഞിട്ടും മനുവിനെ നിങ്ങൾ പിങ്ക് ടൂർണമെന്റിന് അയച്ചു. പക്ഷെ മനുവിനെ പറ്റി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു റിട്ടണോ ഓറയോ നമ്മൾ ആ പരാതി എന്താണെന്ന് വെച്ചാൽ ഇതൊരു പീഡനമോ അല്ലെങ്കിൽ സെക്ഷൽ ഹരാസ്മെന്റ് പരാതിയല്ല. ഇപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ ഈ ഒരു പേരന്റ്, ഈ പേരന്റ് പറഞ്ഞു ഈ പരാതി ഞാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിലൊരിക്കലും പറയുന്നത് എന്താണ്, മനു അദ്ദേഹത്തിൻ്റെ 2 കുട്ടികൾ, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും 2022 മുതൽ ഇവിടെ മനുവിൻ്റെ കീഴിൽ ഡേറ്റ് എന്നതുണ്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂയായിട്ട് ആദ്യമൊക്കെ മനു വളരെ നന്നായിട്ട് കുട്ടികളെ നോക്കിയിരുന്നു. ഈ ഒരു നമ്മുടെ ഈ ഫസ്റ്റ് കേസിൻ്റെ സമയത്ത് ഈ പേരൻറ്റും ഈ കുട്ടികളും ഒക്കെ ഒരുമിച്ച് ആണ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. മനുവിന് അനുകൂലമായ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. അത് തെറ്റായി പോയെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ പരാതിയാണ്. പക്ഷെ ആ പരാതികളിൽ മുഴുവൻ പറയുന്നത് മനു കേസ് കഴിയുന്നത് വരെയും ഈ കുട്ടിക്ക് നല്ല കോച്ചിങ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറൊരു പുതിയൊരു കുട്ടി, ഒരു കാശറുടെ വീട്ടിലെ കുട്ടി വന്നപ്പോൾ, വീട്ടിൽ നെറ്റ്സക്കലിൻ്റെ കുട്ടി വന്നപ്പോൾ ആ കുട്ടിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ കുട്ടിയുടെ ഇദ്ദേഹത്തിൻ്റെ കുട്ടിയുടെ പരിശീലനം മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ ബാറ്റിംഗ്, ഫാസ്റ്റ് ബോളിംഗ് കളിക്കാൻ പറ്റുന്നില്ല, സ്പിന്നാക്കുന്നു. ഇങ്ങനത്തെ പരാതികളാണ് കിട്ടുന്നത്, സെലക്ഷൻ സംബന്ധമായ പരാതികൾ. അതുകൊണ്ട് അദ്ദേഹം പത്തനംതിട്ടയ്ക്ക് മാറാൻ പോവുകയാണ്. ആ ഉള്ള രീതിയിലുള്ള പരാതികൾ. ആ ഒരു പരാതിയിലും ഒരു സെക്ഷൽ ആയിട്ട് ഇത് കുട്ടികൾ ചെയ്തെന്നോ ബാക്കി കുട്ടികൾ ചെയ്തെന്നോ ഒന്നും പറയുന്നില്ല. വേഗമായിട്ടുള്ള ഇതേമാതിരി അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് സെലക്ഷൻ കിട്ടാത്തതും മനു എന്ന കോച്ച് ഞാനിത് കഴിയുമ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ആ ഒരു രീതിയിലാണ് ഒരു പരാതി. എങ്കിലും ആ പരാതി കിട്ടുമ്പോഴും ഏപ്രിൽ 19-ാം തീയതി പരാതി കിട്ടി. മെയ് 5-ാം തീയതി അത് ഈ പേരൻറ്റിന് KCA റിപ്ലൈ കൊടുത്തു. KCA അല്ല, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആണല്ലോ, ഡിസ്ട്രിക്റ്റിൻ്റെ കോച്ചാണ്. അപ്പം ഡിസ്ട്രിക്റ്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അന്വേഷിക്കാവുന്ന കാര്യം അതിൻ്റെ കോപ്പി നമ്മൾ നിന്നില്ല. ഇൻ ബിറ്റ്വീൻ 21-ാം തീയതി മനു KCAയിൽ വന്ന്, അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി പറയുകയാണ് അദ്ദേഹത്തിന് ബാംഗ്ലൂർക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് ബാംഗ്ലൂരാണ് ജോലി ചെയ്യുന്നത്, അവിടെ ഒരു അക്കാഡമിയിലേക്ക് എനിക്ക് മാറിയാൽ കൊള്ളാമെന്നുള്ള രീതിയിൽ റെസിഗ്നേഷൻ സബ്മിറ്റ് ചെയ്യുന്നു 21-ാം തീയതി. അപ്പോൾ നമ്മൾ ഈ പിങ്ക് ടൂർണമെൻറ്റ് നടന്നിരിക്കുന്ന സമയമാണ്. പിങ്ക് ടൂർണമെൻറ്റ് ആക്ച്വലി പെൺകുട്ടി കോച്ച് തന്നെയായിരുന്നു KCA ചെയ്തിരുന്നത്. അന്ന് നമ്മളുടെ കാലിക്കറ്റിൽ നിന്നുള്ളൊരു കുട്ടിക്ക് ഒരു
ക്യാരിങ് ആയിട്ടുള്ള ഒരു കൊണ്ട് ആ കുട്ടി ഈ ഒരു പിങ്ക് ടൂർണമെന്റിൽ ഈ ഉദ്ദേശിച്ച ടീമിൻ്റെ വരാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ടെമ്പററി അസൈൻമെന്റ്സ് എന്നുള്ള രീതിയിൽ മനുവിൻ്റെ അടുത്ത് ആ ചാർജ് മനുവിന് കൊടുത്തു. എന്നിട്ട് പറയുന്നു നമ്മൾ നിങ്ങളുടെ വാടിയോ മീൻസ് നമ്മുടെ ഒരു ഇതുണ്ട്, ഒരു 1 month നോട്ടീസ് പീരീഡ് സർവ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാന്നുള്ള രീതിയിൽ സംസാരിക്കും. അതാണ് KCAക്ക് ആദ്യപ്പാട് കിട്ടിയ പരാതി എന്ന് പറഞ്ഞത്. അതോടെ ഈ പിങ്ക് ടൂർണമെന്റ് ഈ ലേറ്റസ്റ്റ് പരാതിയായ ഈ കുട്ടി കാണുകയും ഇതേമാതിരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു തിരിച്ച് നമ്മളിലേക്ക് വന്ന് അങ്ങനെയാണ് കേരള ക്രിക്കറ്റ് പറയുന്നത്. ഇവിടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പൂർണ്ണമായും ഈ കേസിനോട് സഹകരിക്കുന്നുണ്ട്. പോലീസിനോ ഈ പറഞ്ഞ പരാതിക്കാരുടെ കുട്ടികൾക്കോ ഇറങ്ങിത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് തികച്ചും വസ്തുതാ വിരുദ്ധമാണ്. രണ്ടാമത്, ഇപ്പോൾ എന്താണ് ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പേരന്റെങ്കിലും ഇവൻ നമ്മളുടെ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പേരന്റ് പോലും KCAനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, KCA സെക്രട്ടറി ഫോൺ എടുക്കാറുണ്ട്, KCA സെക്രട്ടറി സംസാരിക്കാറുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലാതെ KCA സെക്രട്ടറി ഇതിനെ പ്രൊട്ടക്ട് ചെയ്തെന്നോ ഞങ്ങൾക്ക് സംശയമുണ്ടെന്നോ എവിടെയും പരാതി കൊടുത്തിട്ടില്ലെന്നാണ് ഞങ്ങളുടെ അറിവ്. KCA പീഡന കേസിൽ ആരോപണ വിധേയനായ ക്രിക്കറ്റ് പരിശീലകൻ മനുവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് പ്രസിഡന്റ് ജയേഷ് ജോർജും സെക്രട്ടറി വിനോദ് കുമാറും. സംരക്ഷിക്കേണ്ട ആവശ്യം അസോസിയേഷനില്ല, മറ്റു ചില താല്പര്യമുള്ളവരാണ് അസോസിയേഷനെ വലിച്ചെടുക്കുന്നത്. KCAക്ക് ഒരു തരത്തിലും വീഴ്ച പറ്റിയിട്ടില്ല. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കോച്ചായിരുന്നു മനു. കുട്ടികളോടൊപ്പം ഒരു രക്ഷിതാവ് വേണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. സെക്യൂരിറ്റിയും CCTVയും ഒക്കെയുണ്ട്. പരാതി വരുമ്പോഴാണ് ഇക്കാര്യം അസോസിയേഷൻ അറിയുന്നത് എന്നും KCA ഭാരവാഹികൾ പറയുകയാണ്. ഒപ്പം തന്നെ മനുവിനെതിരെ KCAക്ക് ആദ്യമായി പരാതി ലഭിച്ചത് ഏപ്രിലിലാണെന്നും പിന്നീട് KCAക്ക് പരാതി ലഭിച്ചപ്പോൾ തന്നെ അത് പോലീസിന് കൈമാറിയെന്നും KCA പറയുന്നു. എന്താണെങ്കിലും പ്രായപൂർത്തി ആകാത്ത പെൺകുട്ടികളെ പരിശീലകൻ മനു പീഡിപ്പിച്ച സംഭവത്തിൽ രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ച പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ KCA ഭാരവാഹികൾ വിശദീകരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്.